ടെക്സ്റ്റ് ബുക്കിലെ ഹലോ മൂന്നാമത്തെ ചാപ്റ്റർ. എന്താണ് ചാപ്റ്ററിന്റെ പേര്? പാരലൽ ലൈൻസ്. പേജിന് നടുക്കോട്ട് വേണം എഴുതാൻ. പാരലൽ ലൈൻസ്. ഓക്കെ. മലയാളത്തിൽ എന്താണ് ഹെഡിങ്? സമാന്തര വരകൾ. സമാന്തര വരകൾ. പാരലൽ ലൈൻസ്, സമാന്തര വരകൾ. ഓക്കെ. അടുത്ത പേജ് എടുത്തിട്ട് ഹെഡിങ് സിലബസ്. അടുത്ത പേജ് എടുത്തിട്ട് ഹെഡിങ് സിലബസ്. ഫോർ എക്സാമ്പിൾ, എന്റെ കയ്യിലിരിക്കുന്ന നോട്ട് ബുക്കിൽ ഈ പേജിലാണ് ചാപ്റ്ററിന്റെ പേര് എഴുതിയിരിക്കുന്നത്. അപ്പോ ഇതിന്റെ ബാക്ക് സൈഡിൽ എഴുതുക. അല്ല, നിങ്ങൾ ഈ പേജിലാണ് ചാപ്റ്ററിന്റെ പേര് എഴുതിയിരിക്കുന്നതെങ്കിൽ അതിന്റെ താഴത്തെ പേജിലോട്ട്. സിലബസ് എഴുതാൻ നിങ്ങൾക്ക് പുസ്തകവും കൂടി ഒന്ന് എടുത്തു വെക്കാൻ. അപ്പൊ അക്ഷരപ്പിശാച് ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എഴുതാൻ പറ്റും. എഴുതിയാട്ടെ. സെക്ഷൻ 1. എന്താണ് സെക്ഷൻ 1ന്റെ പേര്? പുസ്തകം നോക്കി എഴുതുക. സെക്ഷൻ 1 ഈക്വൽ ഡിവിഷൻ. മലയാളത്തിൽ സമഭാഗം. സമഭാഗം. പതുക്കെ പേജ് അങ്ങോട്ട് മറിക്കുക. പേജ് നമ്പർ 39 കണ്ടോ? നയെ കാണുന്നുണ്ടോ? സെക്ഷൻ 2. സെക്ഷൻ 2ന്റെ പേര് അൺഈക്വൽ ഡിവിഷൻ. അൺഈക്വൽ ഡിവിഷൻ. മലയാളത്തിൽ എന്ത് പറയാ അപ്പു? അസമഭാഗങ്ങൾ. അസമഭാഗങ്ങൾ. ഇനി പതുക്കെ പേജ് അങ്ങോട്ട് മറിച്ചു വരുമ്പോൾ പേജ് നമ്പർ 46 നിങ്ങൾ എത്തും. കണ്ടോ? 40. വായിച്ചാട്ടെ. എഴുതുക. സെക്ഷൻ 3 ട്രയാങ്കിൾ ഡിവിഷൻ. സെക്ഷൻ 3 ട്രയാങ്കിൾ ഡിവിഷൻ. മലയാളത്തിൽ എന്തോ അപ്പോ? ത്രികോണഭാഗം. പേജ് നമ്പർ 51 എടുക്കുക. 51 എടുത്തോ. അവിടെ അടുത്തൊരു സെക്ഷൻ കിടക്കുന്നുണ്ടോ? സെക്ഷൻ 4 മിഡ് സെക്ഷൻ. മലയാളത്തിൽ എന്താണ്? മധ്യഭാഗം. അടുത്തത് സെക്ഷൻ 5 ഉണ്ടെന്നില്ല. ട്രയാങ്കിൾ സെന്റേഴ്സ്. മലയാളത്തിൽ എന്തോ അപ്പോ ഹെഡിങ്? ത്രികോണ കേന്ദ്രങ്ങൾ. ത്രികോണ കേന്ദ്രങ്ങൾ. ഓക്കെ. ഒരു പക്ഷെ നമ്മൾ പഠിച്ച ഒന്നാമത്തെ പാഠത്തിനെയും രണ്ടാമത്തെ പാഠത്തിനെയും അപേക്ഷിച്ച് താരതമ്യേന ഒരു വലിയ ചാപ്റ്ററാണ് പാരലൽ ലൈൻസ്. അതിൽ തന്നെ ആദ്യത്തെ 2 സെക്ഷനുകളിൽ നമുക്ക് കുറെ കൺസ്ട്രക്ഷൻ ക്വസ്റ്റ്യൻ പഠിക്കാനുണ്ട്. അതെല്ലാം വീട്ടിൽ പോയി പലതവണ വരച്ചു പഠിക്കണം. കാരണം നിങ്ങളുടെ ഓണപരീക്ഷയ്ക്ക് അതിലേതെങ്കിലും ഒക്കെ ചോദ്യങ്ങൾ ഐശ്വര്യ എന്ത് ചെയ്യാനായിട്ട് ചോദിക്കും? വരയ്ക്കാനായിട്ട് ചോദിക്കും. അതുകൊണ്ട് നിർബന്ധമായും വരച്ചു പഠിക്കണം. ഓക്കെ, ശരി. അടുത്തൊരു പേജ് എടുക്കുക. ആ പേജിലോട്ട് ഹെഡിങ് എഴുതുക. ബേസിക്. BASIC. ബേസിക്. ഒരു നിമിഷം എല്ലാവരും കൂടെ ശ്രദ്ധിച്ചിരിക്കുക. ഓൺലൈൻ കാര്യം കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? നിങ്ങൾ 7ാം ക്ലാസ്സിൽ പഠിച്ച ഒരു ചാപ്റ്ററിന്റെ പേരാണ് പാരലൽ ലൈൻസ്. മലയാളത്തിൽ സമാന്തര വരകൾ എന്ന് പറയും. എന്താണ്?
സമാന്തര വരകൾ. നിങ്ങൾക്ക് അറിയാവുന്ന ഇൻഫർമേഷൻ പറയൂ. ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും നമുക്ക് ചർച്ച ചെയ്ത് തീരുമാനിക്കാം. എന്താണ് പാരലൽ ലൈൻസ്? ഓപ്പോസിറ്റ് സൈഡ്സ് അറിയിക്കുന്നു. ആ, സമാന്തര വരകൾ എന്നാണ് മലയാളം. എന്താണ് സമാന്തര വരകൾ? എന്താണ് സമാന്തരമല്ല, സമാന്തര വരകൾ. ശ്രദ്ധിച്ചിരിക്കുക. എന്ത് വാക്ക്? പാരലൽ ലെൻസിന്റെ മലയാളം എന്താണ്? സമാന്തര വരകൾ. വരകൾ. ശ്രദ്ധിക്കുക. മലയാളത്തിൽ പിരിച്ചെഴുതുക അങ്ങനെ സാധനം പഠിച്ചോണ്ടോ? മലയാളത്തിൽ പിരിച്ചെഴുതുക. പഴഞ്ചൊല്ല് പിരിച്ചു പറയൂ. പണ്ടൊരു ടീച്ചർ പറഞ്ഞു പഴവധികം ചൊല്ലെന്ന്. പഴവധികം ചൊല്ലല്ല, പഴയ അധികം ചൊല്ലാണ് പഴഞ്ചൊല്ലെന്ന് പറഞ്ഞു കേട്ടോ. അപ്പൊ ഇതൊന്ന് പിരിച്ചു പറയൂ. സമാന്തരം. സമം പ്ലസ് സമം പ്ലസ് അന്തരം. സമം പ്ലസ് സമം എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ അർത്ഥം ഈക്വൽ എന്നാണ്. എന്താണ് സമം എന്ന് പറഞ്ഞാൽ? ഈക്വൽ. അന്തരം എന്ന് പറഞ്ഞാൽ അകലം, ഡിസ്റ്റൻസ്, വ്യത്യാസം എന്നാണ്. അടുത്ത കാലത്ത് മലയാളത്തിൽ ഇറങ്ങിയ ഒരു സിനിമയുടെ പേരാണ് അജഗജാന്തരം. ഒരു കന്നഡ പാട്ടൊക്കെ ഉള്ള ഒരു ഫാസ്റ്റ് ട്രാക്ക് ഒരു ഡാൻസ് ഉള്ള ഒരു പാട്ട് കണ്ടിട്ട് സിനിമ കണ്ടിട്ടില്ലേ? അജഗജാന്തരം കേട്ടിട്ടില്ലേ? ഈ പടം കണ്ടിട്ടില്ലേ? ഇപ്പൊ മറ്റേ പ്രസിദ്ധ ചാലക്കുടി പാടിയ മാലിനങ്കര തങ്കച്ചിമേ ദുമ്മളാകൃതി ഒരു പാട്ട് കേട്ടില്ലേ? ഒരു പാട്ട് കേട്ടില്ലയോ? അങ്ങനെ പാട്ട് കേട്ടിട്ടില്ലേ നിങ്ങള്? അങ്ങനെ പാട്ട് കേട്ടിട്ടില്ലയോ? ആ സിനിമയുടെ പേരാണ് അജഗജാന്തരം. എന്താണ് അജഗജാന്തരം? എന്തിന്റെ അർത്ഥം? അജം ആട്, ഗജം ആന. അജഗജാന്തരം ആനയും ആടുമ്പോലുള്ള വ്യത്യാസം എന്നാണ്. ആനയും ആടുമ്പോലുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ ഒരിക്കലും ചേരാത്ത രണ്ട് കാര്യങ്ങളെ കുറിച്ച് പറയേണ്ടി വരുമ്പോൾ നമ്മൾ പറയുന്നതാണ് അജഗജാന്തരം ഉണ്ടെന്ന്. ആനയും ആടുമ്പോലുള്ള വ്യത്യാസം ഉണ്ടെന്ന്. അപ്പൊ നോക്ക, അന്തരം എന്ന് പറഞ്ഞാൽ അകലം, ഡിസ്റ്റൻസ് എന്നാണ്. വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ അറിയപ്പെടുന്ന സിനിമാ നടനായ ശ്രീ ബാലചന്ദ്ര മേനോന് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം അങ്ങനെയുള്ളവരായിരുന്നു പണ്ട് പേരിന്റെ കൂടെ ഭരത് എന്ന് ചേർക്കുന്നത്. എന്ത് ചേർക്കുന്നത്? ഇപ്പൊ അങ്ങനെ ചേർക്കാൻ പറ്റത്തില്ല. ഭരത് മമ്മൂട്ടി, ഭരത് മോഹൻലാൽ, ഭരത് സുരേഷ് ഗോപി എന്നൊക്കെ പണ്ട് പറയുമായിരുന്നു. ഇപ്പൊ അങ്ങനെ പറയാൻ പാടില്ലെന്നാണ് സർക്കാരിന്റെ റൂളുള്ളത്. അപ്പൊ അങ്ങനെ മികച്ച നടനുള്ള പുരസ്കാരം ശ്രീ ബാലചന്ദ്ര മേനോന് കിട്ടിയ ഒരു സിനിമയുടെ പേരാണ് സമാന്തരങ്ങൾ. എന്താണ് ആ സിനിമയ്ക്ക് അങ്ങനെ പേര് വരാൻ കാരണം ആ സിനിമയിൽ അദ്ദേഹം അവതരിപ്പിക്കുന്ന കഥാപാത്രം ഒരു റെയിൽവേ സ്റ്റേഷൻ മാസ്റ്ററാണ്. റെയിൽവേ സ്റ്റേഷൻ മാസ്റ്ററും സമാന്തരവും തമ്മിലുള്ള ബന്ധം എന്താണ്? സ്റ്റേഷൻ മാസ്റ്ററുടെ ഫ്രണ്ടിലൂടെ പോകുന്ന റെയിൽവേ പാളം എങ്ങനെയാണ്? പാരലലാണ്, സമാന്തരമാണ്. പാരലലാണ്. അപ്പൊ എന്താണ് പാരലൽ സമാന്തരം എന്ന് പറഞ്ഞ? രണ്ട് ലൈനുകളുടെ ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ്, അകലം തുല്യമായാൽ, അല്ലെങ്കിൽ അവർ തമ്മിൽ ഒരിക്കലും കൂട്ടുമുട്ടുന്നില്ലെങ്കിൽ അത്തരം ലൈനുകളെ വിളിക്കുന്ന പേരാണ് പാരലൽ ലൈൻസ്, സമാന്തര വരകൾ. പാരലൽ ലൈൻസ്, സമാന്തര വരകൾ. ഓൺലൈൻകാർക്ക് ക്ലിയർ ആയോ? അപ്പൊ എഴുതിക്കോളൂ. ഹെഡിങ് ബേസിക്കിനകത്തില് ആദ്യത്തെ ഹെഡിങ് പാരലൽ ലൈൻസ്. പാരലൽ ലൈൻസ് പറയട്ടെ. അല്ലല്ല, ഡെഫിനിഷനാ. ടു ഓർ മോർ ലൈൻസ് two or more lines that are always the same distance, apart. ഒറ്റ വാക്കാണ് APART, apart.
ആൻഡ് നെവർ ഇന്റർസെക്റ്റ്. കോമ even if they are extended അയ്യോ, even if they are extended infinitely, 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 in both directions. ഓക്കെ, ഇന്ന് വായിച്ചോട്ടെ, എഴുതി വെച്ചേക്കുന്നത്. ടു ഓർ മോർ ലൈൻസ്, അർത്ഥം രണ്ടോ അതിലധികമോ വരകൾ. നോക്കാം, ഞാൻ ആദ്യം ഒരു 2 വര വരയ്ക്കുന്നു. ഇപ്പുറത്തോട്ട് മാറ്റി 1, 2, 3, 4 വര വരയ്ക്കും. രണ്ടോ അതിലധികമോ ലൈനുകൾ. എങ്ങനെ ദാറ്റ് ആർ ഓൾവേസ് ദി സെയിം ഡിസ്റ്റൻസ്. ആ വരകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, അകലം, എല്ലായ്പ്പോഴും എങ്ങനെ ആയിരിക്കണം? സെയിം ആയിരിക്കും. ആൻഡ് നെവർ ഇന്റർസെക്ട്, അവരൊരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? കൂട്ടിമുട്ടാൻ പാടില്ല. എന്ത് ചെയ്യാൻ പാടില്ല? കൂട്ടിമുട്ടാൻ. ഈവൻ ഇഫ് ദേ ആർ എക്സ്റ്റെൻഡഡ് ഇൻഫൈനൈറ്റ്ലി ഇൻ ബോത്ത് ഡയറക്ഷൻ. എങ്ങനെ? ആ വരകളെ 2 വശത്തേക്കും, ഇൻഫൈനൈറ്റ്ലി എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം അനന്തമായ എന്നാണ്. എന്താണ്? എത്ര നിങ്ങൾ 2 സൈഡിലേക്കും നീട്ടി വരച്ചാലും അവരൊരിക്കലും എന്ത് ചെയ്യില്ല? കൂട്ടിമുട്ടില്ല. എന്ത് ചെയ്യില്ല? അത്തരം ലൈനുകളെ വിളിക്കുന്ന പേരാണ് പാരലൽ ലൈൻസ് എന്ന് വിളിക്കുന്നു. എന്ത് വിളിക്കുന്നു? ഫോർ എക്സാമ്പിൾ, ഇവിടെ ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ്, അകലം 3 സെന്റിമീറ്റർ ആണെങ്കിൽ എല്ലായിടത്തും ആ അകലം എത്ര സെന്റിമീറ്റർ തന്നെ ആയിരിക്കും? 3 സെന്റിമീറ്റർ തന്നെ ആയിരിക്കും. ഓൺലൈൻകാർക്ക് ക്ലിയർ ആയോ? ഓക്കെ. ഇംഗ്ലീഷിലൊക്കെ വായിച്ച ഡെഫിനിഷൻ. 2 or more lines that are same distance apart and never intersect. Intersect എന്ന് വെച്ച അർത്ഥം കൂട്ടിമുട്ടുക. never intersect, കൂട്ടിമുട്ടുന്നില്ല. even if they are extended infinitely in both direction. 2 ദിശയിലേക്കും എത്ര വലിച്ചു നീട്ടിയാലും അവരെന്ത് ചെയ്യത്തില്ല? കൂട്ടിമുട്ടത്തില്ല. ഇനി അപ്പു മലയാളം എഴുതൂ. എപ്പോഴും എഴുതിയോ? എന്തെഴുതി? 2 അധികമോ വരകൾ തമ്മിലുള്ള അകലം തുല്യമാവുകയും കൂട്ടിമുട്ടാതിരിക്കുകയും ചെയ്യുന്ന വരകളെ സമാന്തര വരകൾ എന്ന് പറയുന്നു. സമാന്തര വരകൾ എന്ന് പറയും. ഇത് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഈ 7ാം ക്ലാസ്സിൽ പാരലൽ ലൈൻസ് പഠിച്ചപ്പോഴേ, സമാന്തര വരകൾ പഠിച്ചപ്പോഴേ, എന്ത് പഠിച്ചപ്പോ? സമാന്തര വരകൾ പഠിച്ചപ്പോ അതുമായി ബന്ധപ്പെട്ട ചില ആംഗിളുകൾ പഠിച്ചാൽ ഓർമ്മയുണ്ട്. എന്തൊക്കെ ആംഗിളുകളാ? ആദ്യം കറസ്പോണ്ടിങ്, പിന്നെ മറുകോണുകൾ, ഓൾട്ടർനേറ്റ് ആംഗിൾസ്, പിന്നെ കോ ഇന്റീരിയർ ആംഗിൾസ്. കോ എക്സ്റ്റീരിയർ പഠിച്ചിട്ടുണ്ടോ? എക്സ്റ്റീരിയർ ആംഗിൾ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ അവരെ കൂടെ നമുക്കൊന്ന് റിഫ്രഷ് ചെയ്യുമ്പോൾ നമ്മുടെ പാഠത്തിന്റെ ബേസിക് അവിടെ കൊണ്ട് തീരും സംഗതി. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. എഴുതിയാട്ടെ. അല്ല, ഈ പടം വരച്ചായിരുന്നു നിങ്ങള്? വരച്ചായിരുന്നോ? ഇല്ല. കൊടുത്തേക്കുന്ന 2 പടവും സ്കെയിലും പെൻസിലും വെച്ച് വരച്ചാട്ടെ. കൊടുത്തിരിക്കുന്ന 2 പടവും സ്കെയിലും പെൻസിലും വെച്ച് വരച്ചാട്ടെ. അപ്പൊ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് 7ാം ക്ലാസ്സിൽ നമ്മൾ പാരലൽ ലൈനുകളെ, സമാന്തര വരകളെ ഒരു ട്രാൻസ്വേഴ്സൽ, ഒരു ഛേദകം കൊണ്ടുവന്ന്
മുറിക്കുമ്പോൾ ഉണ്ടാകുന്ന ചില ആംഗിളുകളെ കുറിച്ചും അവയുടെ പ്രത്യേകതകളെ കുറിച്ചുമാണ്. ശ്രദ്ധിച്ചിരുന്നാലേ മനസ്സിലാകൂ. ഇത് ചാപ്റ്ററിലെ പല കണക്ക് ചെയ്യുമ്പോഴും നമുക്ക് ഉണ്ടെന്നില്ല, നമുക്ക് ആവശ്യമായിട്ട് വരും. ശ്രദ്ധിച്ചിരിക്കണം. ഞാൻ പറഞ്ഞിട്ടിരിക്കാം. ആദ്യം നമ്മൾ രണ്ട് പാരലൽ ലൈനുകൾ പരിഗണിക്കും. ആരെ പരിഗണിക്കുന്നു? രണ്ട് പാരലൽ ലൈൻ, രണ്ട് സമാന്തര വരകൾ പരിഗണിക്കും. അതിനെ എന്ത് കൊണ്ടുവന്ന് കട്ട് ചെയ്യുന്നു? ഒരു ട്രാൻസ്വേഴ്സൽ. എന്താണ് അറിയോ? എന്തുവാ? TRANSVERSAL, ട്രാൻസ്വേഴ്സൽ കൊണ്ടുവന്ന് കട്ട് ചെയ്തു. ഈ വരയാണ് ട്രാൻസ്വേഴ്സ്. അപ്പൊ രണ്ട് പോയിന്റുകളിലാണ് എന്ത് നടക്കുന്നത്? കട്ടിങ് നടക്കുന്നത്. രണ്ട് പോയിന്റിലാണ് എന്ത് നടക്കുന്നത്? ആ കട്ട് ചെയ്യുന്ന രണ്ട് പോയിന്റുകളിൽ മൊത്തം മുകളിൽ 1, 2, 3, 4 1, 2, 3, 4 മൊത്തം എത്ര ആംഗിൾ? 8 ആംഗിൾ ഉണ്ടാകുന്നുണ്ട്. എത്ര ആംഗിൾ ഉണ്ടാകുന്നുണ്ട്? ഞാൻ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി ഈ ആംഗിളിനൊക്കെ ഒന്ന് നമ്പർ കൊടുക്കണം. 1, 2, 3, 4, 5, 6, 7, 8. പേരൊക്കെ കൊടുത്താല് പറഞ്ഞു വരുമ്പോൾ ഒരുപാട് കോംപ്ലിക്കേഷൻ ആണ്. നമ്പർ ആകുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും. 8 ആംഗിൾ ഇവിടെ കിട്ടിയല്ലോ. ഈ 8 ആംഗിളുകളിലെ ഒന്നാമത്തെ ടൈപ്പ് ആംഗിളിന്റെ പേരാണ് കറസ്പോണ്ടിങ് ആംഗിൾസ്. എന്താണ്? മലയാളത്തിൽ പറയും സമസ്ഥാനീയ കോണുകൾ. എന്താ പറയുന്നു? മലയാളം വാക്കിൽ അർത്ഥമുണ്ട്. സമസ്ഥാനീയ എന്ന് വെച്ചാൽ സമസ്ഥാനീയ. അപ്പൊ എന്തെങ്കിലും സംശയമുണ്ടോ? ഇല്ല. ഞങ്ങൾക്ക് സമാന കോണുകൾ എന്ന് പറഞ്ഞു. സമാന കോണുകൾ. കുഴപ്പമില്ല. എന്താണ് ഈ സമസ്ഥാനീയം എന്ന് വെച്ച വാക്കിന്റെ അർത്ഥം? ഒരേ സ്ഥാനത്തിരിക്കുന്നവർ. ഒരേ. ഫോർ എക്സാമ്പിൾ, വിശ്വഭാരതി സ്കൂളിലെ HMന്റെ പേരെന്താണ്? ധനേശ. കട്ടച്ചിറയിലെ HMന്റെ പേരെന്താണ്? ശ്രീകല. ഇവർ ശ്രീല. പുള്ളിക്കണക്ക് പഠിക്കുന്നവരൊക്കെ ഉണ്ട്. പുള്ളിക്കണക്കിലെ HMന്റെ പേരെന്താണ്? താര ടീച്ചർ. ഇവരെല്ലാവരും സമസ്ഥാനീയരാണ്. അതെങ്ങനെ ഇവർ സമസ്ഥാനീയരാകുന്നത്? ഒരേ പൊസിഷനിലിരിക്കുന്നവരാ, ഒരേ സ്ഥാനത്തിരിക്കുന്നവരാ. ഏത് പൊസിഷൻ? HM എന്ന് പറയുന്ന പൊസിഷൻ. ഞാൻ പറയുന്നത് ശ്രദ്ധിക്കണം. നീ ക്ലാസ് നോക്കാമെന്നുണ്ടെങ്കിൽ ഐഷ, സിത്താര, നസ്ര, ഇവർ ക്ലാസ്സിൽ ഇരിക്കുന്നത് നോക്കിയാൽ ഇവർ സമസ്ഥാനീയരാണ്. എങ്ങനെ? ഓരോ ബെഞ്ചുകളിലെയും എൻഡിൽ അല്ലെങ്കിൽ ഒന്നാം സ്ഥാനത്തിരിക്കുന്നവരാണ് ഇവർ 3 പേർ. അപ്പൊ സമസ്ഥാനീയർ എന്ന് പറഞ്ഞാൽ എന്തു അർത്ഥം? ഒരേ സ്ഥാനത്ത് ഇരിക്കുന്നവർ. നോക്കാം. ആംഗിൾ 1, ആംഗിൾ 5. അടുത്തേ ആംഗിൾ 2, ആംഗിൾ 6. അടുത്തേ 3. അടുത്തേ ഇവരൊക്കെ സ്ഥാനം കൊണ്ട് ഒരേ സ്ഥാനത്തിരിക്കുന്നവരാ. അപ്പൊ വീണ്ടും എന്ത് സംശയമുണ്ട്? ഹലോ? ഇല്ല സാർ. ഓക്കെ. അപ്പോ ഈ ആംഗിളുകൾക്കൊരു പ്രത്യേകതയുണ്ട്. എന്താ പ്രത്യേകത? ഈ കറസ്പോണ്ടിങ് ആംഗിൾസിന്റെ സമസ്ഥാനീയ കോണുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. എന്താ പ്രത്യേകത? 7ാം ക്ലാസ് പഠിച്ച കാര്യം ഞാൻ ചോദിക്കുന്നത്. ഇത് രണ്ടും കൂട്ടുമ്പോ അല്ലല്ല, കറസ്പോണ്ടിങ് ആംഗിൾസ് സമസ്ഥാനീയ കോണുകളുടെ പ്രത്യേകത ഒരേ കോണായിരിക്കും. അവർ ഈക്വൽ ആയിരിക്കും. അവരെങ്ങനായിരിക്കും? അപ്പൊ കറസ്പോണ്ടിങ് ആംഗിൾസ് ആർ ഈക്വൽ. സമസ്ഥാനീയ കോണുകൾ എങ്ങനെയാണ്? തുല്യമാണ്. എന്ന് പറഞ്ഞാൽ ആംഗിൾ 1ഉം
ആംഗിൾ 5ഉം ഈക്വൽ ആണ്. അതെ, ആംഗിൾ 2ഉം ആംഗിൾ 6ഉം ഈക്വൽ ആണ്. ആംഗിൾ 3ഉം ആംഗിൾ 7ഉം ഈക്വൽ ആണ്. ആംഗിൾ 4ഉം ആംഗിൾ 8ഉം. അപ്പൊ ഒന്നാമത്തെ കാറ്റഗറിയിലുള്ള ആംഗിളുകളെ പിടികിട്ടിയോ? എന്തൊക്കെയാ അവരുടെ പേരെന്ന് പറഞ്ഞാട്ടെ? കറസ്പോണ്ടിങ് ആംഗിൾസ്. എന്താണ് മലയാളത്തിൽ? സമസ്ഥാനീയ കോൺ. അപ്പോ പറയുന്നു അവരെ സ്കൂളിലൊക്കെ 7ാം ക്ലാസ്സിലെ പുതിയ പാഠപുസ്തകത്തിൽ സമാന കോണുകൾ എന്നാണ് പഠിപ്പിച്ചത്. എന്തതിന്റെ അർത്ഥം? പൊസിഷൻ കൊണ്ട്, സ്ഥാനം കൊണ്ട് ഒരേ സ്ഥലത്ത് വരുന്നവർ ആരൊക്കെയാണ്? ആംഗിൾ 1ഉം ആംഗിൾ 5ഉം ആംഗിൾ 2ഉം ആംഗിൾ 6ഉം. ഇനി ഉണ്ടാകുന്ന അടുത്ത കാറ്റഗറി ആംഗിൾ, അടുത്ത കാറ്റഗറി, അതിന്റെ പേരാണ് ഓൾട്ടർനേറ്റ് ആംഗിൾസ്. എന്താ പറയുന്നു? ഓൾട്ടർനേറ്റ് ആംഗിൾസ്. എന്താ പറയുന്നു? ഓൾട്ടർനേറ്റ് ആംഗിൾസ്. നോക്കാം. ഓൾട്ടർനേറ്റ്, ഈ ചില പുതിയ പുസ്തകങ്ങളിലൊക്കെ പേര് കുറച്ചുകൂടെ പരിഷ്കരിച്ച് ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾ എന്ന് പറയുന്നത്. എന്ത് പറയുന്നുണ്ട്? ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾ എന്ന് പറയുന്നുണ്ട്. അപ്പോ മലയാളത്തിൽ എന്ത് പറയും? മറുകോണുകൾ. മലയാളത്തിൽ എന്താ പറയും? മറുകോണുകൾ. ഒരു സെക്കൻഡ്. അപ്പോ പുതിയ പുസ്തകത്തിൽ എന്താ മലയാളത്തിൽ പറയുന്നത്? പുതിയ പുസ്തകത്തിൽ എന്താ പറയുന്നത്? ഞാനൊക്കെ പഠിക്കുമ്പോഴും പഠിപ്പിക്കാൻ തുടങ്ങിയ സമയത്തും ഇതിന്റെ പേര് ഏകാന്തര കോണുകൾ എന്നാണ്. എന്താണ്? മടിയുടെ സിനിമയ്ക്കകത്തിലെ പാട്ട് കേട്ടില്ലേ? ഏകാന്തതയുടെ അഭാരതി. കേട്ടില്ലയോ? എന്താണ് ഏകാന്തത എന്ന് പറഞ്ഞാൽ? എന്ന് വെച്ചാൽ അർത്ഥം ഒറ്റപ്പെട്ട അവസ്ഥ. ഏക അന്തര കോണുകൾ. അന്തരം എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം അകത്തെന്നാണ്. എന്താർത്ഥം? അകത്ത് ഒറ്റപ്പെട്ട് കിടക്കുന്ന കോണുകൾ. അകത്ത് ഒറ്റപ്പെട്ട് കിടക്കുന്ന കോണുകൾ. ആംഗിൾ 4ഉം ആംഗിൾ 6ഉം ആരൊക്കെയാണ്? ആംഗിൾ 4ഉം ആംഗിൾ 6ഉം. അടുത്തത് ആംഗിൾ 3ഉം ആംഗിൾ 5ഉം. ഇവരെ വിളിക്കുന്ന പേരാണ് ഓൾട്ടർനേറ്റ് ആംഗിൾസ്. ഐശ്വര്യ എന്തിനു വിളിക്കും? ഓൾട്ടർനേറ്റ് ആംഗിൾസ്. വൈകി എന്ത് വിളിക്കും? ഓൾട്ടർനേറ്റ് ആംഗിൾസ്. നീയെ മലയാളത്തിൽ എന്താ പറയും? ഏകാന്തര കോണുകൾ. അപ്പോ ഇവരുടെ പ്രത്യേകത വല്ലതും അറിയാമോ? ഇവർക്ക് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? ഇവർക്ക് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? ഇവർക്ക് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ എന്ന്? അതുകൊണ്ടാണല്ലോ അതിനെ ഏകാന്തര കോണുകൾ, ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾ എന്ന് വിളിച്ചത്. അവർക്ക് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ എന്നാണ് ചോദ്യം. ഡിഫറന്റ് ആയിരിക്കും. അങ്ങനെ ആയിരിക്കും. ഇന്ന് പറഞ്ഞിരിക്കട്ടെ, ഇനി മേലെ എങ്ങനെ പറഞ്ഞേക്കരുത്. ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആർ ഈക്വൽ. മലയാളത്തിൽ ഏകാന്തര കോണുകൾ തുല്യമാണ്. ഏകാന്തര കോണുകൾ പാഠം എഴുതാൻ പറഞ്ഞില്ല ഞാൻ. അപ്പൊ എന്ന് പറഞ്ഞാൽ ആംഗിൾ 4ഉം ആംഗിൾ 6ഉം ഈക്വലാണ്. ആംഗിൾ 3ഉം ആംഗിൾ 5ഉം എങ്ങനായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഓപ്പോസിറ്റ് ഇല്ലയോ? എന്തോ അത് കൊള്ളാം. വിശ്വഭാരതി സ്കൂള് പനയന്നാർകാവിൽ കാപ്പിൽ മേക്കിലാണ് ഇരിക്കുന്നത് അല്ലേ? പിന്നെ കട്ടച്ചിറ സ്കൂള് കട്ടച്ചിറയിലാണ് ഇരിക്കുന്നത്. പുള്ളിക്കണക്ക് സ്കൂള് പുള്ളിക്കണക്കിലാണ് ഇരിക്കുന്നത് എന്ന് കരുതി ഇവിടെയൊക്കെ നടപ്പിലാക്കുന്ന ഏതാണ്ട് എല്ലാ കാര്യങ്ങളും സ്കൂളിൻ്റെതായ രീതിയിൽ വല്ല സ്പെഷ്യലായി ചെയ്യുന്നെങ്കിൽ മാത്രമേ ഉള്ളൂ വ്യത്യാസം വരുന്നത്. ബാക്കി സംസ്ഥാന ഗവൺമെന്റ് പറയുന്ന എല്ലാ കാര്യങ്ങളും
അല്ലാതെ തിരുവനന്തപുരത്ത് നടപ്പിലാക്കുന്ന ഒരു നിയമം കൊല്ലം ജില്ലയിൽ വേറൊരു നിയമം ആലപ്പുഴ ജില്ലയിൽ വേറൊരു നിയമമാണോ? അല്ല. അപ്പോ ഓൾട്ടർനേറ്റ് ആംഗിൾസ് എങ്ങനെയാണ്? ഈക്വൽ ആണ്. എങ്ങനെയാണ്? ഈക്വൽ ആണ്. അപ്പൊ ആംഗിൾ 4ഉം ആംഗിൾ 6ഉം ഈക്വൽ ആണ്. ആംഗിൾ 3യും ആംഗിൾ 5ഉം എങ്ങനെയാണ്? ഈക്വൽ ആണ്. എഴുതിയാട്ടെ. ഓൺലൈൻകാർക്ക് രണ്ടുപേർക്ക് മനസ്സിലായോ? Yes, sir. മൂന്നാമത്തെ ആളിന്റെ പേര് അല്ല അല്ല ആ കോ ഇന്റീരിയർ ആംഗിൾ. എന്താണ്? കോ ഇന്റീരിയർ ആംഗിൾ. എന്താണ്? കോ ഇന്റീരിയർ ആംഗിൾ. മലയാളത്തിൽ എന്ത് പറയും കോ ഇന്റീരിയർ ആംഗിളിന്? ആന്തരകോണുകൾ. ചില പുസ്തകത്തിലൊക്കെ ആന്തര സഹകോണുകൾ എന്ന് പറയും. എന്ത് പറയും? ആന്തര സഹകോണുകൾ. ഞാനൊക്കെ പഠിക്കുമ്പോ ഇതിന്റെ പേര് പാർശ്വാന്തര കോണുകൾ എന്നാണ്. എന്താണ്? ഇപ്പൊ അതിന് പകരം ഏകാന്തര കോണുകൾ എന്ന് പറയുന്നുണ്ട്. അതാണ് മുമ്പേ പറഞ്ഞു. അപ്പൊ എന്തായിരിക്കും വാക്ക്? ആന്തര അല്ല, സഹകോണുകൾ. ആന്തര സഹകോണുകൾ. അതിന്റെ മറ്റൊരു വാക്കാണ് പാർശ്വാന്തര കോണുകൾ. ബോർഡിലേക്ക് നോക്കാം. ആംഗിൾ 4ഉം ആംഗിൾ 5ഉം. ആംഗിൾ 4ഉം ആംഗിൾ അതെ അതുമല്ല, ഇച്ചിരി മുമ്പേ പറഞ്ഞത് ആംഗിൾ 4ഉം ആംഗിൾ 6ഉം ആ. ആംഗിൾ 3യും ആംഗിൾ 5ഉം ആ പറഞ്ഞു. അടുത്തത് ആംഗിൾ 3യും ആംഗിൾ 6ഉം. ഇവർ എങ്ങനെയുള്ള ആംഗിളുകളാണ്? കോ ഇന്റീരിയർ ആംഗിൾസ്. മലയാളത്തിൽ പാർശ്വാന്തര കോണുകൾ എന്നോ ആന്തര സഹകോണുകൾ എന്നോ പറയും. ഇവരെങ്ങനെയാണ്? 7ാം ക്ലാസ്സിലെ പാരിയാണ് ചോദിക്കുന്നത്. പിന്നെ രണ്ടെണ്ണം ഈക്വൽ ആയതുകൊണ്ട് ഇനി മൂന്നാമത്തേത് ഈക്വൽ ആണല്ലോ. കോ ഇന്റീരിയർ ആംഗിൾസ് ആർ സപ്ലിമെന്ററി. കൂട്ടുമ്പോൾ എത്ര ഡിഗ്രി വരും? എഴുതി അഴിയും അടിക്കും. ഇപ്പൊ എന്റെ കൂട്ടിൽ എത്ര ഡിഗ്രി വരും? എഴുതിയില്ല. അപ്പോൾ ആംഗിൾ 4ഉം ആംഗിൾ 5ഉം കൂടെ കൂട്ടിയാൽ 180 കിട്ടും. ആംഗിൾ 3യും ആംഗിൾ 6ഉം കൂടെ കൂട്ടിയാലും 180 ഡിഗ്രി കിട്ടും. ഓക്കെ, എഴുതിയാൽ. ഓൺലൈൻകാർക്ക് എഴുതി കഴിഞ്ഞോ? അപ്പൊ ഇതാണ് രണ്ട് പാരലൽ ലൈനുകളെ, രണ്ട് സമാന്തര രേഖകളെ ഒരു ട്രാൻസ്വേഴ്സൽ, ഒരു ഛേദക രേഖ കൊണ്ടുവന്ന് മതി കട്ട് ചെയ്യുമ്പോഴുണ്ടാകുന്ന 3 സെറ്റ് ആംഗിളുകൾ. ഏതൊക്കെയാ 3 സെറ്റ് ആംഗിളുകൾ? കറസ്പോണ്ടിങ് ആംഗിൾ, സമസ്ഥാനീയ കോണുകൾ അല്ലെങ്കിൽ സമാന കോണുകൾ. ഓൾട്ടർനേറ്റ് ആംഗിൾസ്, ഏകാന്തര കോണുകൾ. കോ ഇന്റീരിയർ ആംഗിൾസ്, പാർശ്വാന്തര കോണുകൾ അഥവാ ആന്തര സഹകോണുകൾ. അപ്പൊ നമ്മൾ ചൊവ്വാഴ്ചത്തെ ക്ലാസ്സിൽ ഈ ചാപ്റ്ററിലെ ഫസ്റ്റ് സെക്ഷൻ പഠിക്കുന്നതായിരിക്കും. ഈ സെക്ഷന്റെ നോട്ട് ഞാൻ പ്രിന്റ് എടുത്തുകൊണ്ട് തന്നിട്ടായിരിക്കും പഠിപ്പിക്കുന്നത്. അതിലെ വരപ്പിക്കുന്നത് ക്ലാസ്സിൽ വെച്ച് എന്ത് ചെയ്യും? വരപ്പിക്കും. അപ്പൊ നിങ്ങളുടെ കൈവശം വരയിടാത്ത റഫ് ബുക്കോ റഫ് പേപ്പറോ ഉണ്ടാകണം. ഇൻസ്ട്രുമെന്റ് ബോക്സും ഉണ്ടാകണം. ബുദ്ധിമുട്ടെന്തെങ്കിലും? ഓക്കെ. ഓൺലൈൻകാർക്ക് ഇത്രയും ക്ലിയർ ആയല്ലോ അല്ലേ? Yes, sir.